എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വേൾഡ് ഹൗസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രീമിയം വില്ല ഹൗസിൻ്റെ അകത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ ഈ കാണുന്ന വില്ലയ്ക്കകത്ത് നമ്മുടെ നേരെ കാണുന്ന ഈ ഇരുനില വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. വില്ലയ്ക്കെത്തുന്ന റോഡ് നമുക്ക് 4 മീറ്ററാണ് റോഡ് വരുന്നത്. ഫുൾ ടാറഡാണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പെരുകാവിലാണ് വീട് വരുന്നത്. ഒരു 7 വീടുകൾ ചേർന്ന ഒരു ചെറിയൊരു വില്ല കമ്മ്യൂണിറ്റിയാണ്. എല്ലാം പ്രീമിയം വീടുകളാണ് വരുന്നത്. ഈ കാണുന്ന വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ച വീടാണ്. 3 ബെഡ്റൂമാണ് വരുന്നത്. വീട് ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലുക്കിലാണ് വീടിൻ്റെ ഫ്രണ്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ഗ്ലാഡിംഗ് വർക്ക് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. 2 കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ വീടിൻ്റെ പെയിൻറ്റിങ് വരുന്നത്. ഒരു സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മുടെ നോർമൽ ഹോൾഡിംഗ് ഗേറ്റും വരുന്നുണ്ട്. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് വരുന്നത്. അതിൽ ആർട്ടിക്കൽ ഗ്രാഫ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ വുഡ് വന്നിട്ട് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ വീട്ടിലെ കാർ പോർച്ച് ഏരിയ വന്നിട്ട് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. വീടിനോട് ചേർന്ന് ഒരു ഇൻബിൽഡ് കാർ പോർച്ചാണ് വരുന്നത്. മുറ്റത്താണ് കിണർ വരുന്നത്. മുറ്റത്ത് ചെറിയൊരു ഗാർഡൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട്ടിൻ്റെ 3 ചുറ്റും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിരിക്കുന്ന നിരന്ന ഫ്ലോട്ടിലാണ് വീടിരിക്കുന്നത്. വീടിച്ചിട്ടുള്ള വാസ്തു ബേസിലായിട്ടാണ് വീടിച്ചിട്ടുള്ള വടക്ക് ദർശനമാണ് വരുന്നത്. കാർ പോർച്ച് ഏരിയയിൽ നമുക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. സിറ്റ് ഔട്ടിൽ നമുക്ക് ഗ്ലാഡിംഗ് വർക്ക് ചെയ്യുന്ന തേക്കിലാണ്. ഇവിടെ സിംഗിൾ പാളിയുടെ 2 ഡോറാണ് വരുന്നത്. അത് നമുക്ക് തേക്ക് മാറ്റ് പോളിഷാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. അതിവിശാലമായിട്ടുള്ള ഹാളാണ്. ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് വരുന്നുണ്ട്. 4 സീലിംഗ് വരുന്നുണ്ട്. 4 സീലിംഗിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റുകളാണ് വരുന്നത്. അകത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ നമുക്ക് നല്ല പ്രീമിയം ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ടി വി യൂണിറ്റിൻ്റെ ഏരിയ വന്നിട്ട് എത്ര ഇഞ്ച് ടി വി ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടി വി യൂണിറ്റ് വരുന്നുണ്ട്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്കെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. ടി വി യൂണിറ്റിൽ അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. സെൻറ്റർ ചെവിൽ നമുക്ക് വാൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഫാന് വരുന്നുണ്ട്. അകത്തെ വിൻഡോസിലെല്ലാം തന്നെ നമുക്ക് കർട്ടൻ വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ. വലിയൊരു ഡൈനിങ് ടേബിൾ വരെ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഈ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 ബെഡ്റൂം, മൊത്തം നമുക്കിവിടെ 3 ബെഡ്റൂമാണ് വരുന്നത്. വാഷ് ബേസിൻ കൗണ്ടർ. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ് ബേസിൻ കൗണ്ടർ. ഒരു പ്രീമിയം ലുക്കിൽ തന്നെ നമുക്ക് വാഷ് ബേസിൻ കൗണ്ടർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജിന് വേണ്ടി ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഒരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. അകത്തെ വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന വി ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് ഇന്തോനേഷ്യയുടെ സ്വിച്ചാണ് വരുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഓപ്പൺ കിച്ചൺ, വലിയൊരു കിച്ചണാണ്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. കിച്ചണിലും 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഫ്ലോർ ടൈൽ വന്നിട്ട് വുഡിൻ്റെ ഡിസൈൻ വരുന്ന ടൈലാണ്. 4x2 ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. കിച്ചണിലെ സ്റ്റോറേജ് ഈ കാണുന്നെല്ലാം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ബ്രാൻഡ് ഫിറ്റിംഗ്സ് ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആക്സസറീസ് ആണ് നമ്മുടെ കിച്ചണിൽ വരുന്നത്. ഈ കാണുന്നതാണ് കിച്ചണിൻ്റെ ബാക്ക് സൈഡിൽ. ഇവിടെ നമുക്ക് വലിയൊരു വർക്ക് ഏരിയ ഇറക്കാൻ വേണ്ടിയുള്ള സ്പേസ് വരുന്നുണ്ട്. ഗ്യാസ് സിലിണ്ടർ വയ്ക്കാൻ നമുക്ക് ബാക്ക് സൈഡിൽ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. നനകല്ല് വരുന്നുണ്ട്. ഈ കാണുന്ന ഫ്ലോട്ടിൽ ഒരു വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വില്ലയ്ക്കത്തുള്ള 3 വീട് സോൾഡ് ആയിട്ടുണ്ട്. 3 വീട്ടിൽ മാൾ താമസവും ഉണ്ട്. ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്ന ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x12 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. 2 പാർട്ടീഷനിലായിട്ട് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമിന് വേണ്ടിയിട്ടുള്ള ഒരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയ ബെഡ്റൂമാണ്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് എല്ലാം തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. അകത്ത് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അകത്തെ കളറെല്ലാം വന്ന് ലൈറ്റ് കളറാണ് വരുന്നത്. വിൻഡോസിലെല്ലാം തന്നെ കർട്ടനും വരുന്നുണ്ട്. കബോർഡിൽ നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. പ്രീമിയം ബോർഡിട്ടാണ് നമ്മുടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്.
ഈ കാണുന്ന കബോർഡിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടി അതിനൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. വലിയൊരു മിറർ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് നമുക്ക് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഡോറെല്ലാം നല്ല പ്രീമിയം ഡോറാണ് നമ്മുടെ വാഷ്റൂമിലെ ഡോറിന് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം വുഡാണ്, മാറ്റ് പോളിഷാണ് വരുന്നത്. ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പർഹോളയും വരുന്നുണ്ട്. സ്റ്റെയർ കയറുന്നത് പർഹോള വരുന്നുണ്ട്. സ്റ്റെയർ കയറുന്ന സെൻറ്റർ ചെവിലിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് വരുന്നുണ്ട്. സീലിംഗിൽ ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. വലിയൊരു ഓപ്പൺ വിൻഡോയും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. ഫസ്റ്റ് ഫ്ലോറിലെ ഹാള് വലിയൊരു ഹാളാണ് വരുന്നത്. ഹാളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ സ്പേസ് വരുന്നുണ്ട്. ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. വലിയൊരു ബെഡ്റൂമാണ്. താഴെ കണ്ട അതേ മെത്തേഡിലാണ് ഈ ബെഡ്റൂമും വരുന്നത്. ഇവിടെ നമുക്ക് 2 കബോർഡ് വർക്കാണ് വരുന്നത്. 3 പാളിയിലെ കബോർഡ് വർക്ക് ഇവിടെയും വരുന്നുണ്ട്. നമ്മുടെ മേക്കപ്പ് സെറ്റ് വയ്ക്കാൻ വേണ്ടി അതിനൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അകത്തെ വിൻഡോസിലെല്ലാം തന്നെ കർട്ടൻ വരുന്നുണ്ട്. ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. 3 ബെഡ്റൂമിലും AC പോയിന്റ് വരുന്നുണ്ട്. 3 വാഷ്റൂമിലും ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിങ്സ് ഒക്കെ വന്നിട്ട് സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 3 പാളിയിൽ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. വിൻഡോസിലെല്ലാം തന്നെ കർട്ടൻ വരുന്നുണ്ട്. 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. 4 സീലിംഗ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം. ഫിറ്റിങ്സ് എല്ലാം വന്നിട്ട് സെറയാണ് വരുന്നത്. ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വലിയ വാഷ്റൂമാണ്. ഹാളിൽ നിന്നും അടുത്തിരുന്ന് നമുക്ക് ബാൽക്കണിയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ ബാൽക്കണി. നമുക്കിവിടെ 2 ബാൽക്കണി ആയിട്ടാണ് വരുന്നത്. ഒരു വലിയ ഓപ്പൺ ബാൽക്കണിയും വരുന്നുണ്ട്. നമ്മുടെ മെയിൻ ബാൽക്കണിയും വരുന്നുണ്ട്. മെയിൻ ബാൽക്കണിയിൽ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഒരു ഫാൻസി ലൈറ്റും വരുന്നുണ്ട്. ബാൽക്കണിയിലെ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന സ്റ്റീലിലാണ്. ഇവിടെ നമുക്ക് ടെമ്പേർഡ് ഗ്ലാസ് വരുന്നുണ്ട്. ഈ കാണുന്ന നമുക്ക് വലിയൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. ഓപ്പൺ ബാൽക്കണിയിൽ നമുക്ക് ഗ്ലാഡിയം വർക്ക് വരുന്നുണ്ട്. ഫ്ലോർ ടൈൽ വന്നിട്ട് വുഡിൻ്റെ ഡിസൈൻ വന്ന ഫ്ലോർ ടൈലാണ് വരുന്നത്. ഇതിൽ നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. ജിയോ പൈപ്പിൽ നമുക്ക് വലിയൊരു ഹാൻഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാറ്റ് ആൻഡ് ബ്ലാക്ക് പെയിൻ്റാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പോളികാർബണിൻ്റെ ഷീറ്റും ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസിൽ നമുക്ക് സന്ധ്യയ്ക്കൊക്കെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ട് ഇവിടെ നിന്ന് ആടാം. അത്രയ്ക്ക് നല്ലൊരു ആംബിയൻസ് ഉള്ള ഏരിയയാണ്. വില്ല സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഈ വീട് കാണാൻ പറ്റും. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സെൻറ്ററിലായിട്ടാണ് വീടിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. 2 കളർ കോമ്പിനേഷനാണ് നമ്മുടെ പെയിൻറ്റിങ് വർക്ക് വരുന്നത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്നത് നമുക്ക് ടെറസിലോട്ട് പോകുന്ന ഓപ്പൺ ടെറസാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ ടെറസ്. വലിയൊരു ഓപ്പൺ ടെറസാണ് വരുന്നത്. ടെറസിലോട്ട് വന്ന മെയിൻ സ്റ്റെയർ സൈഡിൽ കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീടിരിക്കുന്ന 4 സെൻറ്റിൽ 1750 സ്ക്വയർ ഫീറ്റാണ്. 3 വലിയ ബെഡ്റൂമാണ്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ബെഡ്റൂമിൻ്റെ സൈസൊക്കെ വന്നിട്ട് 15x 13ഒക്കെയാണ് ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. മുറ്റത്ത് നമുക്ക് 2 വലിയ കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർപോർച്ച് ഏരിയ വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസ്ഡായിട്ടാണ്. വടക്ക് ദർശനമാണ്. വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയ്ക്കകത്താണ്. ഇത് നെഗോഷ്യബിളാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീടിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പെരുകാവാണ് വീട് വരുന്നത്. ഒരു വില്ല കമ്മ്യൂണിറ്റിക്കകത്ത് പ്രീമിയം വില്ലാസ് വരുന്ന വില്ല കമ്മ്യൂണിറ്റിക്കകത്താണ് വീട് വരുന്നത്. ഈ വില്ലയ്ക്ക് തന്നെ വേറെയും കുറച്ച് വീട് നമുക്ക് കൊടുക്കാനുണ്ട്. ഈ വില്ലയ്ക്കകത്ത് 3 വീട് നമുക്ക് സോൾഡ് ആയിട്ടുണ്ട്. 3 വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. ഈ വീടിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ചാനലായ വേൾഡ് ഹൗസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീടിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് ഇട്ടണം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.